1.5 വർഷത്തിനു ശേഷം ശുഭകരമായ ചില വാർത്തകൾ മണിപ്പൂരിൽ നിന്ന് വരികയാണ്. മണിപ്പൂർ ശാന്തമാകുന്നതും നോക്കി 1.5 വർഷമായി രാജ്യം കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പിന് കൂടി അവസാനമായി എന്ന് പ്രതീക്ഷിക്കാം. മണിപ്പൂരിൽ നിന്ന് സമാധാനത്തിന്റെ വാർത്തകൾ വരുമ്പോൾ അതിന് പിന്നിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിശ്ചയദാർഢ്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അടപടലം പൂട്ടിയ മണിപ്പൂർ ജനത പാർലമെന്റിൽ അവരുടെ പ്രാതിനിധ്യം കോൺഗ്രസ് പാർട്ടിക്കാണ് നൽകിയത്. ഇന്നർ മണിപ്പൂരിൽ കോൺഗ്രസിന്റെ അംകോച്ച ബിമോൽ അംകോയിജം ജയിച്ചപ്പോൾ രണ്ടാമത്തെ മണ്ഡലമായ ഔട്ടർ മണിപ്പൂരിൽ ആൽഫ്രഡ് കൻകം ആർദറാണ് ജയിച്ചത്. 2 ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസ് ജയിച്ചതോടെയാണ് സമാധാന നീക്കങ്ങൾക്ക് മണിപ്പൂരിൽ തുടക്കമായത്. കേന്ദ്ര സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കുമ്പോഴാണ് സൈന്യവുമായി കൈകോർത്ത് കോൺഗ്രസ് സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അത് ആദ്യഘട്ടത്തിൽ ഫലപ്രാപ്തിയിലെത്തി എന്ന് ഈ അവസരത്തിൽ പറയാം. രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ MP-മാർ വിഷയത്തിൽ ഇടപെട്ടതും അനുകൂല സാഹചര്യം ഉണ്ടാക്കിയതെന്നും പറയാം. കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെ ജിരിബാം ജില്ലയിലാണ് മെയ്തേയി കുക്കി സംഘടനകൾ സമാധാന കരാറിൽ ഒപ്പുവെച്ചത്. CRPF-ന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും വിവിധ സേനാ വിഭാഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു കരാർ ഒപ്പുവെച്ചതും. വെടിവെപ്പോ തീവെപ്പോ നടത്തില്ലെന്നും സുരക്ഷാ ഏജൻസികളുമായി സഹകരിക്കാമെന്നും കരാറിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1.5 വർഷം മുൻപ് ആരംഭിച്ച മണിപ്പൂർ കലാപത്തിൽ ഇതാദ്യമായിട്ടാണ് സമാധാന കരാർ ഉണ്ടാക്കുന്നത്. സംസ്ഥാനത്ത് കലാപം തീപ്പൊരി ചിതറിയ പല മേഖലകളിലും ഇപ്പോഴും ഒരു വിഭാഗങ്ങളും യുദ്ധസജ്ജമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനിടയിൽ ജിരിബാം ജില്ലയിൽ ഉണ്ടാക്കിയ സമാധാന കരാർ വലിയ പ്രതീക്ഷകളാണ് സമ്മാനിക്കുന്നത്. കുക്കി ഗോത്ര വിഭാഗത്തിന്റെ ഭാഗമായ മാർഗോത്ര വിഭാഗവും മെയ്തേയികളുമാണ് ജിരിബാമിൽ അക്രമം നടത്തില്ലെന്ന് ധാരണയിൽ എത്തിയിട്ടുള്ളത്. അസമിനോട് ചേർന്ന് മണിപ്പൂരിന്റെ അധീനതയിലുള്ള ജില്ല കൂടിയാണ് ജിരിബാം. കലാപത്തിൽ ജീവഹാനി ഭയന്ന് 100 കണക്കിന് കുടുംബാംഗങ്ങളാണ് ഇവിടെ നിന്ന് പലായനം ചെയ്തിരിക്കുന്നത്. കരാറോടെ ഇക്കൂട്ടർ മടങ്ങിയെത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കലാപത്തിൽ ഇതുവരെ 219 പേർ കൊല്ലപ്പെടുകയും 1100 പേർക്ക് പരിക്കേൽക്കുകയും 60,000 പേർ പലായനം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയുടെ വിവിധ വിഭാഗങ്ങളിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളെയും മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെയും പോലെ മതധ്രുവീകരണം പ്രതിഫലിക്കുന്ന ഹിന്ദു, മെയ്തേയി, ക്രിസ്ത്യൻ, കുക്കീസോ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായാണ് ഈ സംഘർഷം നിസ്സാരവൽക്കരിക്കപ്പെട്ടത്. കുക്കീസോ സമുദായം ഏതാണ്ട് പൂർണ്ണമായും ക്രിസ്തുമത വിശ്വാസികളാണെങ്കിലും മെയ്തേയി വിഭാഗക്കാർ ഹിന്ദു മതത്തിന്റെ സമുന്നയ രൂപവും തങ്ങളുടെ തദ്ദേശീയ വിശ്വാസ സമ്പ്രദായമായ സനാമഹിസവുമാണ് പിന്തുടരുന്നത്. മെയ്തേയിലെ ചെറിയൊരു വിഭാഗം ക്രിസ്തുമതവും ഇസ്ലാം മതവും പിന്തുടരുന്നുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ N ബിരേൻ സിംഗിന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെയും രാഷ്ട്രീയ സ്വച്ഛാധിപത്യ മനോഭാവവും അതിമോഹവുമാണ് കലാപത്തിന് കാരണമായി റിപ്പോർട്ടേഴ്സ് കളക്ടീവ് കണ്ടെത്തിയത്. കുക്കീസോ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗങ്ങൾ എതിർത്തിട്ടും പട്ടികവർഗ പദവി വേണമെന്ന മെയ്തേയി വിഭാഗത്തിന്റെ ആവശ്യമാണ് കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം.